അത്രയ്ക്ക് വിവരമൊന്നുമില്ല അതിനെപ്പറ്റി ഉണ്ടാക്കാൻ. തട്ടിൽക്കുട്ടിയുടെ ശരിക്കുമുള്ള പ്രത്യേകത എന്താണ്? ആരും അങ്ങനെ ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നണം. ഞാൻ ഇങ്ങനെയാ ചെയ്യണത്. അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ വെറുതെ കാശ് മുടക്കി വെച്ചത് പർപ്പസ് സെർവ് ചെയ്യണം. മനസ്സിലായോ? അപ്പം എറിയണത് വളരെ ഓക്വേർഡാണ്. ഒരാൾ അതിൽ വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ടാക്കി ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അറിയാവുന്ന വ്യക്തികൾ അങ്ങനെ പറയുന്നതല്ല. ഇന്നും എറണാകുളത്ത് നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത് ഒരു സ്ഥലത്തു നിന്നല്ല, മൾട്ടിപ്പിൾ സ്ഥലത്തുനിന്നുണ്ട്. ലുലുവിൽ നിന്നുണ്ട്, കോവിൽ നിന്നുണ്ട്, ഓൺലൈനിൽ നിന്ന് വരെ ഉണ്ട്. പക്ഷെ സാധനങ്ങൾ മേടിക്കണതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല അഭിപ്രായമല്ല. ഞാൻ നോക്കട്ടെ, നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കും, ശരിയാണെങ്കിൽ ഞാൻ പിൻവലിക്കില്ല. ഞാനാണെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ ആദ്യം വില നോക്കാറുണ്ട്. പിന്നെ ഒരു സംഭവം അപ്പനും മകൾക്കും വളരെ ഇഷ്ടമുള്ള അതൊന്നും നടണ്ട, അത് അപ്പയുടെയാ. അപ്പയ്ക്കുള്ള സോപ്പാണ്, അതില് തൊട്ട് കളിക്കണ്ട. ഞാൻ ഓർത്ത് കണ്ടപത്രാദികളെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രഷർ കുക്കറിൽ അച്ചിങ്ങ വേവിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. വൈകിട്ട് സമയം 7:15. ഞാനിപ്പോ വന്നോളൂ കേട്ടോ. അമ്മ ഫുൾ കോൺസെൻട്രേഷൻ ഓൺ ടു അപ്പം മേക്കിംഗ് അല്ല, ഇത്തവണ ദോശ മേക്കിംഗ് ആണ്. ഈയിടെ നമ്മൾ പലതവണ കള്ളപ്പം മേക്കിംഗ് കണ്ടോണ്ട് എല്ലാവരും ഇത് കാണുമ്പോൾ വീണ്ടും വിചാരിക്കുന്നുണ്ടാവും ഇത് കള്ളപ്പമാണെന്ന്. ഒരിക്കലും അല്ല, ഇത് ദോശയാണ്. കുട്ടി ദോശയാണ് കേട്ടോ അമ്മ പറഞ്ഞേ. വീണ്ടും അടുത്ത സെറ്റ്. തട്ടിൽ കുട്ടിയാണോ? അത്രയ്ക്ക് വിവരമൊന്നുമില്ല അതിനെപ്പറ്റി ഉണ്ടാക്കാൻ. തീരെ ചെറുതായി പോവില്ല. ഞാൻ ഒഴിക്കുമ്പോ എപ്പോഴും വലുതായി പോകും. കാരണം തീരെ ചെറുതങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആ തവിയുടെ വലിപ്പം വലുതാണല്ലോ. വലുതാ. ഇന്ന് അമ്മക്ക് കൊറേ സാധനങ്ങളുണ്ടല്ലോ ദോശയുടെ കൂടെയുള്ള കോമ്പിനേഷൻ. ചൂട് ദോശയും അപ്പ എടുത്തേക്കണ സാമ്പാറാ. ആവി പറക്കണ ചൂട് സാമ്പാറും ആവി പറക്കണുണ്ട്. എങ്ങനെയുണ്ട് ദോശ? തട്ടിൽക്കുട്ടിയുടെ ശരിക്കുമുള്ള പ്രത്യേകത എന്താണെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ. അത് മറിച്ചും തിരിച്ചും ഒക്കെ ഇടും. എനിക്ക് ദോശ മറിച്ചിടുന്നത്, കള്ളപ്പവും ദോശയും വെള്ളയപ്പവും ഒന്നും മറിച്ചിടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മറിച്ചിടാതെയാണ് എടുക്കണത്. അപ്പൊ ഞാൻ അടച്ചു വെച്ച് വേവിക്കും. അടച്ചു വെച്ച് വേവിച്ചാൽ അടി മൂളും ഒക്കെ വെന്ത് കിട്ടും, അല്ലെങ്കിൽ മോൾഭാഗം വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ് ആരും അങ്ങനെ ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നണം. ഞാൻ ഇങ്ങനെയാ ചെയ്യണത്. ഞാൻ എന്റെ മെതേഡ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. എന്തായാലും രണ്ട് സൈഡും എന്താ മതിയല്ലോ. വേവണം, എന്തായാലും വേവാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തീരെ ചെറുതല്ല, തീരെ ചെറുതാണ് തട്ടുദോശ എന്ന് പറയണ. ഇതിപ്പോ ഇച്ചിരി വലിപ്പം ഉണ്ട്, തീരെ ചെറുതല്ല കേട്ടോ. ഓക്കെ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും, ഈ വലിപ്പത്തിലുള്ള പ്രത്യേകത അല്ലാതെ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ തട്ടിൽ കുട്ടി ദോശയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അത് നമുക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. ഇച്ചിരി ആവാൻ നടുക്ക ആവട്ടെ. ഒരു തവയില് രണ്ടെണ്ണമായിട്ട് ചുടാൻ വേണമെങ്കിൽ ചെറുതായിട്ട്. ഒന്ന് അടുത്ത ട്രിപ്പ് ചുടുമ്പോ ചെയ്ത് നോക്കാം. ഇത്രയും തന്നെ വലിപ്പമുള്ള തവയില് 3 ഹോൾസ് ആയിട്ട് അല്ല, എനിക്ക് ഇഷ്ടമല്ല, പൊസിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്. പക്ഷെ അത് എടുക്കാൻ കയ്യിലുകൊണ്ട് എടുക്കാൻ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ തവ വേണ്ടാന്ന് പറഞ്ഞ. കാരണം എങ്ങനെ അത് ഇത്രയും വട്ടത്തിൽ ചുടുമ്പോ എങ്ങനെ അതുകൊണ്ട് കോരിയെടുക്കും? കോരിയെടുക്കാൻ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഗുണം അതിന് കിട്ടൂല, അല്ല സൗകര്യം ഇല്ല അതിന്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് നാളെ ചോദിച്ചില്ലേ, അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ. കാരണം ഇങ്ങനെ ആ വളയത്തിൽ നിന്ന് സാധനം പോരണ്ടേ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ വെറുതെ കാശ് മുടക്കി വെച്ചത് പർപ്പസ് സെർവ് ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. നീ എപ്പ അവിടെ ഇരുന്നപ്പോ കൊണ്ടുവരാം. നീ കഴിച്ചു. ഞാൻ ദോശയുടെ അതിലേക്ക് വെച്ചാൽ മതി. ഞാൻ ദോശയുടെ ഒപ്പം കഴിക്കാൻ പോണത് ദേ സാമ്പാറോ ചമ്മന്തിയോ ഒന്നുമല്ല, മീൻചാറാണ്. മീൻചാറ് അധികം ഇല്ല, ഉള്ളത് കഴിക്കുക, പിന്നെ സാമ്പാർ മതി മതി. കൊണ്ടോക്കോ. ദോശ കണ്ടി ഞാൻ വന്നേക്കാം. ഇതാവണേ ഉള്ളു. ഉണ്ടാക്കോ കള്ളപ്പം പോലെ ചെറുത്. ഫ്രഷ് ഫ്രം ദി ഓവനാണ്, അതുപോലെ ഫ്രഷ് ഫ്രം ദി ഗ്യാസ്. എൻ്റെ പോലത്തെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ പറയണേ. അതെ, ചൂട് ചൂട്. എനിക്ക് 2 മതി. മതിയെന്നേ. ആവി പറക്കുക കണ്ടോ.
അപ്പയ്ക്ക് അടുത്ത ദോശ എത്തി. ഈ ഇന്നാള് നമ്മളില്ലേ അപ്പം ചുട്ടിങ്ങനെ കൊണ്ടുപോയി പ്ലേറ്റിലേക്ക് ഇടണ കണ്ടോണ്ട് ഒരുപാട് പേര് അടിയിൽ പറഞ്ഞായിരുന്ന അപ്പം എറിയണത് വളരെ ഓക്വേർഡാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല, അതിന് നമ്മളെ എറിയുമല്ല കടയിൽ സാധനം കൊണ്ടുവരുന്നു, പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കാരണം ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി അപ്പം ചുട്ടെടുക്കുക പതിവ്. മെമ്പേഴ്സ് കുറവായതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വീട്ടിൽ അത് സാധിക്കില്ല. അപ്പൊ ഞാൻ ചൂടോടുകൂടി കൊണ്ടുവന്ന് പ്ലേറ്റിലേക്ക് ഇടും. അതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഞങ്ങളുടെ ഇവിടെ കഴിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കാണുന്നവർക്ക് ഓക്വേർഡായിട്ട് തോന്നിയെങ്കിൽ അതുപോലെ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ഞങ്ങള് ഒരാൾ അതിൽ വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പൂച്ചയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ്. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്യണം. ഞങ്ങൾ കോമൺ ആയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ അല്ല, ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിക്കുന്നവർക്ക് ആർക്കും അതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ എറിയുന്നു എന്നൊരു കോൺസെപ്റ്റേ നമുക്കില്ല. കാരണം ആ സമയത്ത് ഒരു ചൂട് പൊങ്ങുന്ന ഒരു പാത്രത്തിൽ നിന്നും നമുക്ക് ഭക്ഷണം എടുത്ത് കൈകൊണ്ട് നിലത്ത് വെക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മളിപ്പോൾ അപ്പം, പുട്ട്, പൊറോട്ട, ദോശ പോലുള്ള സാധനങ്ങൾ കാസറോളിൽ നിന്നാണെങ്കിലും നമ്മൾ എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടുക ചെയ്യുന്നത്. കാരണം ചൂടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഫ്യൂംസ് അതിൽ നിന്ന്, പ്രത്യേകിച്ച് തവിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഫ്യൂംസ് പൊങ്ങിക്കൊണ്ടിരിക്കും, കൈ കൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പാത്രത്തിലേക്ക് അങ്ങനെ എടുത്തിടാനേ പറ്റുള്ളൂ. അതിനെ എറിയുന്നതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. എറിയുന്നത് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ഭക്ഷണ സാധനം ഒരിക്കലും നമ്മള് ഓക്കേർഡായിട്ട് ചെയ്യാറില്ല. അതെ, അത് ഞങ്ങൾക്ക് ഭക്ഷണ സാധനത്തെ പറ്റി നന്നായിട്ട് വില അറിഞ്ഞു തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മേ ബി അത് അറിയില്ലാത്തവരായിരിക്കാം അങ്ങനത്തെ കമന്റ്സുകൾ ഇട്ടതും. എന്തായാലും നമ്മള് ഒരു നെഗറ്റീവ് കമന്റോ ഒരു പോസിറ്റീവ് കമന്റോ വന്നു കഴിഞ്ഞാൽ, സ്പെഷ്യൽ ആയിട്ട് ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ത്വരധാരിയായിട്ട് അതിനെപ്പറ്റി നെഗറ്റീവ് തന്നെ വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ട് കഴിക്കുന്നു, ഇട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് ഒരുപാട് പേര് റിപ്ലൈ കൊടുത്തിരുന്നു. നമ്മുടെ നല്ലവരായ ഒത്തിരി വ്യൂവേഴ്സ് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇറ്റ് ഈസ് ക്വൈറ്റ് ജെന്വിൻ. അതിനകത്ത് അങ്ങനെ എറിയുന്നു എന്നുള്ള ചിന്ത പോലും ശരിക്കും പറഞ്ഞാൽ പോകാൻ പാടില്ല. ഇപ്പോഴത്തെ ചെയ്യാൻ പോണതേ കണ്ടോ, ഇങ്ങനെ ഇടാൻ പോണത്. കാരണം ചൂടുള്ള സാധനം അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ എറിയാൻ പറ്റൂല. അത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അടുക്കളയിൽ കയറി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണവർക്ക് അത് അറിയാൻ പറ്റും അതിനെപ്പറ്റി എങ്ങനെയാണെന്നുള്ളത്. ചെയ്യാതെയും കൊടുക്കാതെയും ഉള്ളവർക്ക് അത് കമന്റ് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല. ഉണ്ടാക്കി കഴിയുമ്പോ അതറിയാം ചൂടോടുകൂടി എങ്ങനെയാ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് കാസറോളിൽ ഇടുന്നതിനെ പറ്റി പറഞ്ഞു തന്നായിരുന്നു നല്ല നല്ല അഭിപ്രായങ്ങള്. അത് കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നി കേട്ടോ. കുറച്ച് ചൂടാറിയതിന് ശേഷം അപ്പം കാസറോളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കൂല എന്ന് പറഞ്ഞത് അത് കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നുന്നത്. ഇച്ചിരി ആറിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കൂല. അത് പറഞ്ഞത് ശരിയാട്ടോ. അത് സ്വീകരിച്ചിരിക്കണം. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ. ഓക്കെ ഓക്കെ. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ദോശ. ഞാൻ കാണിച്ചു തരാം സോഫ്റ്റ്നെസ്. ഒരു ചെറുതും കൂടെ തന്നേരാം. ദേ ഇതിന്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് അത് കണ്ടോ. ആ എന്നാലും ഇത്രയും സോഫ്റ്റ്നെസ്സേ. ഇച്ചിരി ഇച്ചിരി മീൻചാറിൽ മുക്കുന്നു. ദേ അടിപൊളി. 2 മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ ഇപ്പോൾ ഓരോന്നോട് തരാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇറ്റ്സ് ടു സോഫ്റ്റ് ആൻഡ് ഈ കോമ്പിനേഷനാണ് അടിപൊളി. നീ അത്താഴമൊന്നും ഞാൻ കഴിക്കില്ല. ഈ കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. എനിക്ക് ഈ ദോശ വിത്ത് മീൻകറി, ഇഡലി വിത്ത് മീൻകറി ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് പറയാട്ടോ. അതെ, അമ്മയ്ക്ക് കഴിക്കാനും അമ്മ എടുത്തു. ഞാൻ ഇച്ചിരി മടക്കി എടുക്കണം. ഞാൻ ഇച്ചിരി വലുതാക്കിയെന്ന് ചുട്ടോ. അമ്മ ഇച്ചിരി വലുതാക്കി എടുത്തത്. അതുകൊണ്ടാണ് മടക്കി വെച്ചേക്കണം കേട്ടോ. അമ്മയുടെ സാമ്പാർ കാണിച്ചു തരാവേ. ഞാൻ മീൻകറി ഒഴിച്ചേക്കണ പോലെ അമ്മ സാമ്പാർ ഒഴിച്ചേക്കണേ. ചൂട് ദോശ അടുത്തത് ഇപ്പൊ വരും. ഇതാണ് കുട്ടി ദോശ. ഇങ്ങനെയാണല്ലോ ഇടേണ്ടത്. അപ്പം നല്ല ഒരു കോമ്പിനേഷനാണ്. ഇതുള്ളതുകൊണ്ടാണ് ഞാൻ 3 കഴിച്ചോളാം എന്ന് പറഞ്ഞേട്ടോ. അതെ അതെ, എനിക്ക് ഇതിൻ്റെ കൂടെ എന്ത് ഇഷ്ടമാണെന്നറിയോ ഫിഷ് കറി കഴിക്കാൻ. അതുപോലെ ഇഡലിയുടെ കൂടെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഫിഷ് കറി കഴിക്കാനായിട്ടോ. അപ്പോൾ പോയി
പീനട്ട് ബട്ടർ. ഭയങ്കര ചൂട്. നല്ല ചൂടാ. ചുറ്റും പോരാൻ കഴിച്ചിട്ട് 7 ഇങ്ങനെ ആവി പൊങ്ങണം ചൂടോടുകൂടി നമുക്ക് ഏതൊരു ഫുഡും കൈ കൊള്ളുന്നു കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സുഖം കേട്ടോ. അതെ ഇതിങ്ങനെ ഈസി ആയിട്ട്. സാമ്പാർ വെച്ചു. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് മീൻകറി മതി. വേണ്ട, ഇതിൻ്റെ ഇവിടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്, ഒട്ടും വേവാതെ ഇരുന്നിട്ടുമില്ല, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അതെ 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 അതെ. അപ്പോൾ അതേ ഞാനിത് മുറിച്ച് കാണിച്ചു ഓൾറെഡി, കണ്ടോ ഭയങ്കര ചൂടാ. പക്ഷെ പ്ലേറ്റിലേക്ക് ഇടണം, അല്ലാതെ നമുക്ക് പറ്റൂലെന്നേ. പറ്റൂല. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം അങ്ങനെ ചൂടോടുകൂടി ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അറിയാവുന്ന വ്യക്തികൾ അങ്ങനെ പറയുന്നതല്ല. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനൊന്നുമല്ലെങ്കിൽ ഇത്രയും പ്രായമായി അടുക്കളയിൽ കൈകാര്യം ചെയ്യണ ആളല്ല. ഓക്കെ. പിന്നെ ഇപ്പം നമുക്ക് എടുക്കാവുന്ന നല്ല നല്ല കമൻറ്റുകൾ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അപ്പ ഒരു പ്രാവശ്യം അങ്ങനെ ഈ കാസർഗോഡൊന്ന് ഇട്ട് വെച്ച് നോക്കാം, കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കൂല. അത് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ കൂടുതൽ ആൾക്കാരുള്ളവർക്ക് നമുക്കങ്ങനെ അപ്പ ചുട്ടെടുക്കാൻ പറ്റൂല, ചുട്ട് തന്നെ വെക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ 2-3 പേരുള്ളവര് അങ്ങനെ നമ്മൾ അപ്പ ചുട്ടെടുക്കും. വേവിച്ച് ഒലത്തണം. അച്ചിങ്ങ ഒടിച്ചു പൊളിച്ച് വെച്ചാണ് എറണാകുളത്തിന് വന്നത്. ഇനി അത് കഴുകി വാരി വേവിച്ച് ഉലർത്തണം. നമ്മൾ വള്ളിയച്ചിങ്ങ അല്ലാതെ കുറ്റിപ്പയറും തടപ്പയറും എല്ലാം അച്ചിങ്ങ, അങ്ങനെ പാടത്ത് വിതയ്ക്കണ പയറും എല്ലാം സ്വല്പം ഉപ്പും വെള്ളവും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കും. വേവിച്ചിട്ടാണ് 2 തരം ഉള്ളിയും വേപ്പിലയും കുരുമുളകൊക്കെ ചതച്ചിട്ട് ഉലർത്തണം. ചിലര് വേവിക്കാതെ വെളിച്ചെണ്ണയിൽ മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കണവരുണ്ട്. നമ്മളത് വള്ളിയച്ചിങ്ങ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ വള്ളിയച്ചിങ്ങ അരിഞ്ഞ് തോരനുണ്ടാക്കുമ്പോഴും അങ്ങനെ ആവിയിലാ വേവിക്കണേ. മറ്റുള്ളതൊക്കെ വെള്ളം സ്വല്പം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാൽ ഉലർത്തണം കേട്ടോ. അപ്പൊ ഞാൻ ഈ പലരും പല രീതിയിൽ ചെയ്യണ കാണാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യണം എന്നോട് പറഞ്ഞതാ. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു വേണം കഴുകി വാരി ഉലർത്താൻ. അപ്പൊ പതിവ് പോലെ ഇന്നും എറണാകുളത്ത് നിന്ന് ഞാൻ മേടിച്ചോണ്ട് വന്ന സാധനങ്ങളാ. പക്ഷെ ഇത് ഒരു സ്ഥലത്തുനിന്നല്ല, മൾട്ടിപ്പിൾ സ്ഥലത്തുനിന്നുണ്ട്. ലുലുവിൽ നിന്നുണ്ട്, കോവിൽ നിന്നുണ്ട്, ഓൺലൈനിൽ നിന്നും വരെ ഉണ്ട്. പക്ഷെ എന്നാ പറയാനുണ്ട്, ഇങ്ങനെ ഈ സാധനങ്ങൾ ആവശ്യമുള്ളതായിരിക്കും. എന്നാലും കുറെ ബ്യൂട്ടി സാധനങ്ങൾ എടുത്തോണ്ട് വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ടൺ കണക്കിന് ഇങ്ങനെ സാധനങ്ങൾ, പിന്നെ ഓൺലൈനിന്റെ ഒക്കെ ഉണ്ടെന്ന് പറയണം. സാധനങ്ങൾ മേടിക്കണതിനോടെ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല അഭിപ്രായമല്ല. ഇത് നമുക്ക് കുക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാ. ഞാൻ നോക്കട്ടെ, നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കും, ശരിയാണെങ്കിൽ ഞാൻ പിൻവലിക്കില്ല. കാശിന്റെ വില അറിഞ്ഞ് സാധനങ്ങൾ മേടിക്കും. അതെപ്പോഴും അങ്ങനെയുള്ളൂ. അത് ഇത് ആവശ്യമുള്ള ഗ്രീൻ പീസ് ഇത് ആവശ്യമുള്ള ഗാർഡൻ ഫ്രഷ് നല്ല ഗ്രീൻ പീസ് ആയിട്ട് എറണാകുളത്ത് നിന്ന് കൊണ്ടുവരുന്നത്. ഇതും ആവശ്യമുള്ളതാ. മിൽക്കി മിസ്റ്റിന്റെ പനീർ യൂസ് ചെയ്യണ സാധനം 2 ഫ്രീസറിട്ട് വെച്ചേക്കാം. ഇവിടെ സ്വല്പം ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ഇത് ഡീപ് ഫ്രീസറിൽ വെക്കാം. ഇത് നിന്റെ ഫേവറേറ്റ് സാധനം മിൽക്കി മിസ്റ്റിന്റെ തന്നെ ചീസ് സ്ലൈസ് ആണ്. ശരിക്കും അത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 119 രൂപയ്ക്കാണ് കിട്ടിയ, 170 രൂപയാ. ഇതിൽ ഞാൻ വില നോക്കിയതാ, 170 എഴുതിയേക്കണം. 119 കിട്ടിയില്ല. അതെ 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 അതെ, ഓഫറിന് കിട്ടി. ഇതിന്റെ ഒന്നും വില ഞാൻ പറഞ്ഞില്ല കേട്ടോ. അതിന് 65 എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇല്ല, മിൽക്കി ഇത് 116 രൂപ. ഗ്രീൻ പീസിനായിരിക്കും 65. അപ്പൊ ആയിരിക്കും, നോക്കട്ടെ കേട്ടോ. അതെ 55 അല്ല 66. ഇതെന്നാന്നറിയാമോ, വില പറയണത് ഓരോരുത്തർക്കും വില അറിയാൻ വേണ്ടി ഞങ്ങൾ വില പറയണതാണ്. വില പറയുമ്പോ പലരും പറയാറുണ്ട് വില പറയണം, കാരണം പലർക്കും അതനുസരിച്ച് വാങ്ങിക്കാനും ഒക്കെ സൗകര്യപ്പെടുന്നാണല്ലോ വില അറിഞ്ഞു കഴിഞ്ഞാൽ. ഞാനാണെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ ആദ്യം വില നോക്കാറുണ്ട്. അതിപ്പോ വേറൊരു ഇതായിട്ടല്ല കേട്ടോ ഞങ്ങള് പറയണത്. വില ഇന്നതാന്ന് അറിഞ്ഞിരുന്നാൽ അത് നല്ലതല്ലേ എന്ന് ഓർത്ത് പറയണതാ. അത് പീനട്ടാ. റോസ്റ്റഡ് ആണോ? അല്ല, പ്ലെയിൻ പീനട്ട്. അത് നന്നായി. എന്നാന്നോ, നമുക്കത് റോസ്റ്റ് ചെയ്യാൻ എടുക്കാം. അടുത്ത ആഴ്ച ചിലപ്പോ നടക്കുള്ളൂ. ഈ ആഴ്ച പദ്ധതികളൊക്കെ ഞാൻ ആസൂത്രണം ചെയ്ത് വെച്ചു. അത് ഷുഗറാ. മനസ്സിലായി. ഇത് ടിന്നിലിട്ട് വെക്കാം. ഒരു കാര്യമുണ്ട്, ഇന്നത് പൊട്ടിക്കണ്ട. ആ ഇരിക്കുന്ന ടിൻ നാളെ കഴുകി ഉണക്കിയതിന് ശേഷം അതിലിടുക. അതിലേക്ക് തന്നെ ഇരിക്കണത് ഒട്ടിപ്പിടിച്ച് അതിനകത്തേക്ക് ഇടാതെ അത് കഴുകി ഉണക്കി വെച്ച് അതിലിടാം.
ആ പിന്നെ ഒരു സംഭവം അപ്പനും മകൾക്കും വളരെ ഇഷ്ടമുള്ള സാധനം. നാളെ ഇതേ വേവിച്ചു തരാം. ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച നമുക്ക് വല്ല മസാല പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇടാം. ഫെബി ചേച്ചി ഒരിക്കൽ പറഞ്ഞ് കോൺ മസാല നല്ലതാന്ന് പറഞ്ഞ്. അപ്പൊ ഇത് എങ്ങനെയാന്നറിയോ, ഇത് രണ്ടായിട്ട് ഒടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടർത്തി എടുക്കാന്നാ പറഞ്ഞ. അത് ഫെബിയോട് കൃത്യമായിട്ട് അത് ചെയ്തേച്ച് നമുക്ക് ചെയ്യാം. ഒരെണ്ണം നാളെ ആവിയിൽ വേവിച്ചെടുക്കാം കുക്കറില. ഇത് അപ്പയ്ക്ക് ഇഷ്ടമുള്ളതാണ്. ബേൽപൂരി നാളെ നമുക്ക് പൊട്ടിക്കാം. ബേൽപൂരി മിക്സ് നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ഓൺലൈനാ. അതൊന്നും നടണ്ട, അത് അപ്പയുടെയാ. അപ്പയ്ക്കുള്ള സോപ്പാണ്, അതില് തൊട്ട് കളിക്കണ്ട. അതിൽ രണ്ടുപേരും തൊട്ട് കളിച്ചാൽ മറയുന്നതാണ്. ഇപ്പോൾ കുളിക്കാൻ പോയിട്ടില്ല എങ്കിൽ ഡ്രോയിങ് റൂമിൽ നിന്ന് നാളെ ഉടനെ വരും. കത്രിക എടുത്ത് കട്ട് ചെയ്യും. ഇടേണ്ട കണ്ടെയ്നർ എന്നോട് ഡപ്പം അടിച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് സ്റ്റോക്ക് ചെയ്യും. ഇത് 6 ഏഴെണ്ണാണോ? നൈക്കേന്ന് മേടിച്ചതാ. അതെ അതെ അതെ, ഓഫറിന് മേടിച്ചതാ. അത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരുന്ന് ഓർഡർ ഞാൻ അറിഞ്ഞായിരുന്നു. 7 എണ്ണം 251 രൂപ. അപ്പൊ ഒരെണ്ണം ഏകദേശം 38 രൂപയൊക്കെ വരും. ഭയങ്കര ലാഭാ. ലൈഫ് ബോയുടെ ഏതാടി? ലൈമ 125 ഗ്രാം. ഇപ്പൊ വരും. ഇപ്പോൾ വരുന്നതാണ് കാരണം സാധനങ്ങളൊക്കെ തീർന്നു. അല്ല അതുകൊണ്ടല്ല, വേറെ ആരും ഇതിൽ കൈയെടുത്താൻ പാടില്ല, കട്ട് ചെയ്യാനും പാടില്ല. സ്വന്തം കട്ട് ചെയ്ത് ആ പാത്രത്തിൽ ഇട്ട് വെക്കും. അതാണ് സാറ്റിസ്ഫാക്ഷൻ. അത് ഓരോരുത്തർക്കും ഒരേ രീതിയുണ്ട്. അടുക്കളയിലെ കാര്യങ്ങൾ ഞാനില്ലേ, അത് വേറെ ഒരാളിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഞാൻ പറയാ സ്പൂൺ അവിടെ ഇട്ടു, ഈ കയ്യിൽ ഇവിടെ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് വെക്കേണ്ട സ്ഥാനത്തുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഡെറ്റോൾ സോപ്പാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് പിയേഴ്സ് അല്ലേ? പിയേഴ്സ് ആണ്. അപ്പൊ ഉപയോഗിക്കുന്നത് സ്മെല്ലുള്ള ലൈഫ് ബോയ്. ഇത് ലൈമ അല്ലേ? അപ്പുറത്തിരിക്കുന്ന സാധനം കൂടെ കാണിച്ചോ. പീനട്ട് ബട്ടർ, കൊറിയർ ആമസോൺ. ഇത് അൺസ്വീറ്റഡ് ഇതാണ്, പീനട്ട് ബട്ടർ ആണ്. അപ്പൊ ഇതിന്റെ കലോറി കണ്ടന്റ് കണ്ടോ? ഷുഗർ ഇല്ല. ഷുഗർ 2 ഗ്രാം ഉണ്ട് കേട്ടോ, വിച്ച് ഇസ് വെരി മൈനോറിറ്റി. നല്ല ടേസ്റ്റ്. കാർബോഹൈഡ്രേറ്റ് 5 ഗ്രാമേ ഉള്ളൂ. 500 ഗ്രാം ആയത്. ടോട്ടൽ ഫാറ്റ് വരെ കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് 250 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. 510 ഗ്രാം നാട്ടോ എഴുതിയേക്കണേ. ജസ്റ്റ് പ്ലെയിൻ പീനട്ട് ബട്ടർ ആണ്, ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് കാണിക്കാം. അത് പിരിച്ചാ തുറക്കണേ. അതിങ്ങനെ തുറന്നെടുത്തോ, അതില് ഇട്ട് ഉളാമ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കണ്ട, ഇനി ഇത് നമുക്ക് ബ്രെഡിൽ വെക്കുമ്പോ കാണിക്കും. ഇതിൽ ഒരു തരി പോലും ഷുഗർ ഇല്ല കേട്ടോ. അതെ, അതുകൊണ്ട് അമ്മ കഴിക്കണം. ഞാൻ ഓർത്തേ ഷുഗർ ഇല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ആവൂലോ എന്ന് കരുതിയാ ഞാനിത് മേടിച്ചേ. ഇതൊക്കെ വെച്ച് നമുക്ക് ഷേക്ക് അടിക്കാം. അല്ല, പണ്ടൊരു പ്രാവശ്യം നീ മേടിച്ച ഐസ്ക്രീം വരെ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് എന്റെ സ്റ്റോറിൽ, കഴുകി ഉണക്കിയത്. ഷേക്ക് അടിക്കുമ്പോ ആവശ്യത്തിന് നമുക്ക് ഹണി വല്ലതും ചേർത്താൽ മതിയല്ലോ. ഇതില് മധുരം ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സൂക്ഷിക്കണ്ടേ. ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ്. അപ്പൊ ഞാൻ തുറക്കാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ പാടില്ല. അപ്പൊ എന്റെ നോട്ടത്തിൽ ഇപ്പൊ ഇത് എല്ലാം ഒരു ആവശ്യമുള്ളതാണ്. പിന്നെ ഈ സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ആവശ്യമുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഞാൻ ഓർത്ത് കണ്ടപത്രാദികളെല്ലാം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ. അപ്പൊ എന്റെ സ്വഭാവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇട്ടെറിഞ്ഞ് ഇവിടെ മറ്റേടത്തേക്കൊന്നും വെക്കാതെ അതാത് സ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് വെച്ചോളണം. ഇനി ഞാൻ ആർക്കും ഇത് പറഞ്ഞു തരുന്നതല്ല. എന്നോടാട്ടോ ഉദ്ദേശിച്ചത്, നിങ്ങളോടല്ല. ഒരിക്കലും ഞാൻ പറയുന്നത്. ഇവിടെ ചിലരുണ്ട് 2 മണിക്കൂർ ഇവിടെ ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്തത് കിടക്കും. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് എവിടെയാന്ന് ആലോചിക്കും, അത് കഴിഞ്ഞ് വെക്കും. പിന്നെ അതിന് കിട്ടില്ല. അപ്പൊ അതാണ് ഇന്നത്തെ കാര്യം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇന്നാളെ അച്ചിങ്ങ ഉലർത്തിയത് ഷോർട്ട് ഇട്ടപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, ഈ പ്രഷർ കുക്കറിൽ അച്ചിങ്ങ വേവിക്കേണ്ട ആവശ്യം ഉണ്ടോന്ന്. 2 വിസിലടിച്ച് തടപ്പയറ്, കുറ്റിപ്പയറ് അങ്ങനെയുള്ളതൊക്കെ വേവിക്കുക. സ്വല്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്, ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. വള്ളിയച്ചിങ്ങ മാത്രം വെള്ളം ഒഴിച്ചൊന്നും വേവിക്കണ്ട, ചുമ്മാ
ഉള്ളിയും മുളകും ഒക്കെ മൂപ്പിച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് വേവ് കുറവാണ്. ബാക്കി 2 തരം അച്ചിങ്ങയും വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം. കലത്തിൽ വേവിക്കുന്നതിലും എളുപ്പം 2 വിസിലടിച്ചാൽ മതി. സ്വല്പം വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വറ്റിച്ചെടുക്കുക. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചെയ്യണ മെത്തേഡാണ്. അതുപോലെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞ. അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം വെന്ത് ഒലക്കാൻ പറ്റും. എല്ലാ അച്ചിങ്ങയും വേവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വള്ളിയച്ചിങ്ങയ്ക്ക് വേവ് വളരെ കുറവാണ്. അതിങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമില്ല. പറ്റിക്കാതെ തന്നെ ചെയ്ത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. കലത്തിലാകുമ്പോൾ താമസം വെന്ത് കിട്ടാൻ. അതുകൊണ്ടാണ് കുക്കറിൽ. ചിലത് കടപ്പയർ ചിലത് വേവ് കുറവുള്ളത് ഒറ്റ വിസിലിൽ വേവും, ചിലത് 2 വിസിലടിപ്പിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. വളർത്തിയാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഇച്ചിരി വെള്ളം വറ്റാനുണ്ട്. അത് വെള്ളം വറ്റി ഓഫ് ചെയ്യുക. പുലർന്നു വരാൻ. ഇത് കുക്കറിൽ വേവിച്ചതാണ്. സ്വല്പം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് 2 വിസിലടിച്ച് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആവി പോയി കഴിയുമ്പോൾ തുറന്ന് ഉലർത്തുക. ഇങ്ങനെ വരണ്ട് കിട്ടിയാൽ മതി. നേരെ ഓഫ് ഇച്ചിരി വെള്ളം വറ്റാൻ മതി. ചതച്ച മുളക് പൊടിയാണ്. അത് ഏത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ചതച്ച് കിട്ടുന്നുള്ളൂ. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. വേവിച്ചപ്പോൾ മഞ്ഞപ്പൊടി ചേർത്തോണ്ട് ഉളക്കിയിട്ട് മഞ്ഞപ്പൊടി ഇല്ല.